സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇന്നൊരു ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ആണ്. അപ്പോൾ അതിവിടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. നമ്മുടെ ഇലസ്ട്രേറ്റീവ് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ കാണിച്ചതൊക്കെ. സോ അത് ഞാൻ പാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു. ബിക്കോസ് സാധാരണ നമ്മളിത് സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ വെൻ പീപ്പിൾ ദേ കം ടു ദ സ്റ്റോൾ ആൻഡ് ദേ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അവരുടെ കൈയിൻ്റെ ഫുട് പ്രിൻസും കൈയിൻ്റെ ഫിംഗർ പ്രിൻസും ഒക്കെ അതുമേ വരും. സോ ഐ വോണ്ട് തിങ്സ് ടു ബി സീൻ ഓൾസോ ആൻഡ് ബട്ട് അവർക്കത് യുനോ അവരത് കൂടുതൽ ഇതാവാണ്ടിരിക്കാനും പ്രൊഡക്റ്റ് നല്ലോണം നല്ല രസമായിട്ടിരിക്കാനും ആണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതൊരു സ്റ്റിക്കർ ഷീറ്റ്സ് എനിക്ക് സ്റ്റിക്കർ അതിൻ്റെ ആ ക്ലിയർ ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സം 60 കൈൻഡ് ഓഫ് ഇലസ്ട്രേറ്റീവ് സ്റ്റിക്കേഴ്സ് ഞാനിന്ന് പാക്ക് ചെയ്തു. സോ അതിൻ്റെ 1 by 1 ഞാൻ കാണിക്കുകയാണ്. ഒന്ന് രണ്ട് സീനറീസ് ഉണ്ട്, ബേർഡ് ഉണ്ട്, ഹനുമാനുണ്ട്, പിന്നെ നമ്മുടെ വിഷു സ്പെഷ്യൽ സ്റ്റിക്കറും ഉണ്ട്, ICU എന്നുള്ളത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരികയാണ്. ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് എന്നുള്ളത്. ആൻഡ് സോ ഇതാണ് കുറച്ചും കൂടെ അത് സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. സോ ഫൈനലി ഐ ഡിഡ് ദാറ്റ് ടുഡേ ആൻഡ് ഓൾസോ അതിൻ്റെ പ്രൈസിങ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് പുതിയ ലോഞ്ചസ് ആണ്. അപ്പോൾ ഇതെന്തായാലും ഇനി പുതിയൊരു സ്റ്റോള് വരുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടും ആണ് ഇത് ചെയ്യണത്. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പാക്കിംഗ് ഡിസൈൻ ഫോർ എന്താ പറയുക, നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ബുക്ക് മാർക്കിന് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബുക്ക് മാർക്ക് എന്താണെന്ന് വെച്ചാൽ യെല്ലോ ബുക്ക് മാർക്കാണ്, നമ്മുടെ വിഷു സ്പെഷ്യലാണ്. സോ അതൊരു സാധാരണ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു നീല കളർ ഒരു ക്രാഫ്റ്റ് പേപ്പർ. സോ അതിനെ ഞാൻ ബ്രാൻഡിങ് ചെയ്തു. ഞാനൊരു ചെറിയ വാഷി ടേപ്പ് ഒട്ടിച്ച് അതിൻ്റെ വാഷി ടേപ്പ് ഈ ബുക്ക് മാർക്കിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് എന്നിട്ട് അത് പേപ്പറിന്മേൽ പ്ലേസ് ചെയ്തു. ആ വാഷി ടേപ്പിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേപ്പർ പോരില്ല, അതങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ക്ലിയർ ഷീറ്റിലേക്ക് ഇട്ടു. അപ്പോൾ അതാണ് ഈ കാണിക്കണത്. ഞാനത് വീഡിയോ ആയിട്ടും കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്, ഓപ്പൺ ആയിട്ടുള്ളത്. അത് കണ്ടോ, അതിൻ്റെ അടിയിൽ കണ്ടോ ഞാൻ ആ വാഷി ടേപ്പ് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഞാൻ അതിനെ മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ ലൈക്ക് പീപ്പിൾ ക്യാച്ച് ആവുകയും ചെയ്യും. പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. സോ ഐ തോട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ദീസ് ആർ ഓൾസോ ഫോർ 20 rupees. അതാണ് ബുക്ക് മാർക്ക് 20 rupeesനാണ് വിൽക്കണത്, മറ്റത് 50 rupees ആണ്. പിന്നെ ഞാനൊരു ഇലസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ യെല്ലോ സ്കെച്ച് വെച്ചിട്ട് സ്കെച്ച് ചെയ്തു. ആൻഡ് ദെൻ ഐ ആഡഡ് സം ഷാഡോസ്. എന്ന് വെച്ചാൽ ആ ഒരു ഇമേജിനൊരു ഷാഡോ ഉണ്ടായിരുന്നു. ശരിക്കൊരു പറഞ്ഞ ഒരു ലൈഫ് ഡ്രോയിങ് അല്ല, ഒബ്ജക്റ്റ് ലൈഫ് ഡ്രോയിങ് അല്ല, സ്റ്റിൽ ലൈഫ് ഡ്രോയിങ് അല്ല, പക്ഷെ അതുപോലത്തെ ഒരു ഇഫക്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ കളറ് ആഡ് ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഞാൻ അതേ കളേഴ്സ് അല്ല ഞാൻ യൂസ് ചെയ്തത്. ഐ ഹാവ് ആഡഡ് മെനി അതർ കളേഴ്സ് ടു ഇറ്റ്. നമ്മൾ യൂസ് ചെയ്യാത്ത ചില കളേഴ്സ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഷെയ്ഡ് എങ്ങനെയാണ് കിട്ടണേ എന്നുള്ളത്. സോ അതെനിക്കിവിടെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ഫൈനലി ബ്ലാക്ക് വെച്ചൊരു സ്കെച്ച് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഗീവ്സ് എ ഡിഫറെൻറ്റ് ഇഫക്റ്റ്, റൈറ്റ്? അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനത് ചെയ്തു വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഐഡിയ കിട്ടിയത്. അതിൻ്റെ മുന്നേ എനിക്കൊന്നും ഐഡിയ ഉണ്ടായില്ല, ഒരു ഐഡിയ ഇല്ലാണ്ട് വരച്ച് കൂട്ടിയതാണ് ഇന്നത്തെ ഈ ഒരു കുട്ടി ആർട്ട് ജേർണലിങ്.
പിന്നെ ന്യൂസ് കമ്മിങ് സ്റ്റോള് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ്, prepping ഒക്കെയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. And thank you for joining me into this kutti video. Until next time, stay tuned.